കണ്ടില്ലേ? കണ്ണു നിന്റെ അമ്മ. എന്താ സംഭവിച്ചത്? ഇവക്ക് എന്താ പറ്റിയത്? പറ, നിനക്ക് എന്താ പറ്റിയത്? അയ്യോ, അതൊരു സൈക്കിൾ ഇടിച്ചതാ. സൈക്കിളോ? ആരാടി അവൻ? ഉല്ലേപ്പടി ദാസന്റെ പെങ്ങളുടെ ദേഹത്ത് സൈക്കിൾ ഇടിക്കാൻ മാത്രം ചങ്കൂറ്റുള്ളവൻ ആരാ ഈ നാട്ടിലുള്ളത്? ആരാണെന്നൊന്നും അവള് കണ്ടില്ല. പച്ച ഷർട്ടുകാരനാണെന്ന് അവൾക്ക് അറിയാം. പച്ച ഷർട്ടുകാരനോ? അത് ഇവൻ തന്നെ. എല്ലാ പച്ച ഷർട്ടുകാരനെയും ചേട്ടാ, ഇത് സൈക്കിൾ അടിച്ചൊന്നുമല്ല. എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. ആ വരുന്നവനാ. അവന്റെ വരവത്ര പന്തിയല്ല. പിന്നെ സംസാരിച്ച പോരെ. ദാസനല്ലേ? വെറും ദാസനല്ല, പുല്ലേപ്പടി ദാസൻ. താനാരാ? എന്റെ പേര് സുകുമാരൻ നായർ. എന്നാ ഇങ്ങോട്ട് നീങ്ങിയല്ലേ. എന്റെ മക്കളെ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതിന്റെ ഇടയിൽ ആ ദാസന്റെ സഹോദരിക്ക് ചെറിയ പ്രശ്നം. തന്റെ ഒന്നാം ഭാര്യയിലെ മോനും രണ്ടാം ഭാര്യയിലെ മോനും കൂടി കാണിച്ച പോക്കൃത്തരത്തിന് എന്റെ മൂന്നാമത്തെ പെങ്ങളാണ് നാലാമത്തെ നിലയിൽ കിടന്ന് അനുഭവിക്കുന്നത്. അറിയോ? സംഭവിച്ചു പോയി. അതിനെന്ത് സമാധാനം വേണം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വേണ്ടടോ സമാധാനമൊക്കെ ഇനി ഞാൻ ചെയ്തോളാം. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അമ്മ രണ്ടിനെ ഞാൻ പൊക്കും. വയസ്സുകാലത്ത് താൻ രണ്ടുപേർക്കും ചിതവൊരുക്കി കാത്തിരുന്നോ? നിൽക്ക്. എന്റെ മക്കൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി, ശരിയാ. അതിന്റെ ഇടയിൽ തന്റെ പെങ്ങള് പോയത് എന്തിനാ? തടുക്കാൻ ശ്രമിച്ചത് എന്തിനാ? അതിന്റെ കാര്യം ആദ്യം അന്വേഷിക്കുക. എന്നിട്ട് എന്താ വേണ്ടെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. പോരാ പോരാ, ആഞ്ഞുരക്കടേ. ആരാണ് അവിടെ വേലി വിളിക്കുന്നത്? ഞാനാ. പട്ടി ഉണ്ടോ നോക്കിയതാ. ഇവിടുത്തെ പട്ടിക്ക് ഉണ്ണാൻ സമയമായില്ല. അല്ല, പട്ടി. താൻ പട്ടി പിടുത്തക്കാരനാണോ? അയ്യോ അല്ല, ഞാനൊരു കല്യാണ ബ്രോക്കറാ. അച്ഛൻ പട്ടിയുടെ കല്യാണ കാര്യത്തിന് വന്നാണോ? അയ്യോ, പട്ടിക്കല്ല, പെങ്ങൾക്ക്. പട്ടിയുടെ പെങ്ങക്കാ? അല്ല, ദാസന്റെ. ദാസന്റെ മൂത്ത പെങ്ങൾ നളിനിക്ക് ഒരു കല്യാണക്കാരിയായിട്ട് വന്നതാ. ഇങ്ങനെ പല ബ്രോക്കർമാർ ഇവിടെ വരാറുണ്ട്. 1 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെ ആലോചനയുമായിട്ട്. അങ്ങനെ വല്ലത് വേണേ താൻ വലിച്ചു വിട്ടോ? അയ്യോ, ഈ കാര്യത്തിൽ പണം ഒരു പ്രശ്നമല്ല. തറവാടിത്തമാണ്, തറവാടിത്തം. അതിവിടെ ഉണ്ടല്ലോ, വേണ്ടുപോലുണ്ടല്ലോ. തച്ചേത്ത് തറവാടിനെ കുറിച്ച് എനിക്കറിയില്ലേ. ഇവിടുത്തെ പോലെ തന്നെ ചെറുക്കന്റെ കാര്യവും. ഇത്തിരി സാമ്പത്തിക തകർച്ചയിലാണെങ്കിലും അസൽ തറവാട്ട് പറഞ്ഞോളാം. ഏതാണ്ട് എന്റെ പൊക്കവും നിറവും ഉണ്ടാവും. ഒരൊറ്റ കുഴപ്പമുള്ളൂ, ആള് സുന്ദരനാ. എന്തായാലും ആളെ ഒന്ന് വരാൻ പറ, ഞാൻ കൊല്ലട്ടെ. കാണട്ടെ. ഫോട്ടോ കൊണ്ടുവന്നു. ഓരോരോ ആഗ്രഹങ്ങളെ കൊള്ളാം. ആലോചിക്കൊന്നും തോന്നരുത്. ഞാനൊരു ബ്രോക്കറായി പോയതുകൊണ്ട് എന്റെ കല്യാണക്കാര്യം വേറൊരു ബ്രോക്കറെ ഏൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ ഏറ്റെടുത്തത്. നല്ല തറവാട്ട് പറഞ്ഞാളാ, നല്ല വരുമാനവും. എങ്ങനെയുണ്ട് ചെറുക്കൻ? ഒന്ന് എഴുന്നേറ്റേ. ഉയരത്തിനൊന്നും ഒരു കുറവില്ല. കണ്ട ദല്ലാളന്മാർക്ക് കേറി ഇറങ്ങി സംബന്ധം കൂടാൻ പറ്റിയ ഇടമാണ് തച്ചേച്ച് തറവാട്. നീ കരുതിയോടാ? ആ കത്തി ഇവനെ പൂളാനി മൂർച്ച മതി. ഇതുകൊണ്ട് 10-15 പേരുടെ ജീവനൊന്നും എടുത്തിട്ടില്ല. ഇത് പുത്തന. നീ ഇത് എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കരുത്. പോടാ പോടാ. നീ കത്തിയാണ് ചോദിച്ചത്, മനസ്സിലാക്കിക്കോ. എടാടാ, ഇതിന്റെ പേരിൽ പിന്നീട് നീ കേൾക്കേണ്ടി വരും. നിന്റെ ഇളയ പെങ്ങളെ പഞ്ചായത്തിയെ ഈ നാട്ടിൽ മുഴുവൻ പാട്ടാറാ. എടാ, നിന്റെ 3 പെങ്ങന്മാർ ഇവിടെ ഇരുന്ന് മൂത്ത് നരച്ചില്ലെങ്കിൽ നീ ഇങ്ങനെ വിളിച്ചടാ പുല്ലേ പടിദാസ.
രാവിലെ ഓരോരുത്തന്മാര് കേറി വരും മനുഷ്യന് മെനകേടുണ്ടാക്കി. അവിടെ കിടന്നാ പുല്ലേ, കിടക്കടാ. പുല്ലേപ്പതി ദാസാ, കടാ. ദൈവമേ, ആരും കണ്ടില്ല. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഇനി പടി അവൻ ചവിട്ടട്ടെ. കൊച്ചമ്മ എങ്ങോട്ടാ? കോളേജിലേക്ക്. എന്നിട്ട് എന്തിനാ കണ്ടവന്മാരുടെ പുറകെ ചുറ്റി കിടക്കാനല്ലേ? ഇനി പടിക്ക് പുറത്തിറങ്ങി പോരുത്. മതി കോളേജിൽ പോയതും പഠിച്ചതും. ഇപ്പൊ പഠിപ്പ് നിർത്താൻ മാത്രം എന്ത് തെറ്റേട്ടാ ഇവള് ചെയ്തത്? നീ മിണ്ടി പോരുത്. ആരെയും പ്രേമിക്കൂല, ആരെയും സ്നേഹിക്കൂല എന്നൊക്കെ പറഞ്ഞ് എന്റെ തലയത്തോട്ട് സത്യം ചെയ്യിച്ചിട്ടല്ലേ ഇവളെ കോളേജിൽ അയച്ചേ. എന്നിട്ട് ഇപ്പൊ ചീത്തപ്പേര് ഏൽപ്പിച്ചല്ലോടി. ഒരു ചീത്തപ്പേരും ഇല്ല, എല്ലാം പറഞ്ഞു പെരുപ്പിച്ച ചേട്ടൻ തന്നല്ലേ. നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതാക്കിയില്ലേ. തറവാട് നശിച്ചെങ്കിലും തച്ചിയത്ത് കുടുംബക്കാരൊരു അഭിമാനം വിറ്റ് നിന്നിട്ടില്ല. പട്ടിണിയാണേലും അന്തസ്സോടെ എവിടെ നിന്നിട്ടുള്ളൂ. ഇങ്ങനെ തറവാടും അഭിമാനവും പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ചേച്ചിക്ക് എത്ര വയസ്സായെന്നറിയോ? ചേച്ചിയുടെ എങ്കിലും കല്യാണം നടത്താൻ ഏട്ടൻ ഇതുവരെ കഴിഞ്ഞു. ഞങ്ങളിൽ ഒരാളെയെങ്കിലും ഇവിടുന്ന് മാനമായിട്ട് ഇറക്കാൻ എന്നെങ്കിലും ഏട്ടനെ കൊണ്ട് സാധിക്കൂ. അപ്പൊ പിന്നെ ആരുടെയെങ്കിലും പുറകെ സ്നേഹിച്ചോ പ്രേമിച്ചോ പോകാനെങ്കിലും അനുവദിക്കണം. എന്റെ കാര്യത്തില് ഞാൻ പുതിയൊരു പ്ലാൻ കണ്ടിട്ടുണ്ട്. വേണ്ട, അതൊന്നും ഇനി വേണ്ട. ഒന്നിനും ഞാനിവിടെ നിൽക്കണില്ല. ഞാൻ ഈ സ്ഥലം വിടുക. എന്തിന്? ആ ഭദ്രനെ പഠിച്ചിട്ടാ? അവൻ അങ്ങനെ പലതും പറയും. അതിലൊന്നും നീ ചെവി കൊടുക്കാൻ പോകണ്ട. അവനെ പോലെ തന്നെ നീയും സുകുമാരൻ നായർക്ക് പറഞ്ഞ മകൻ തന്നെയാ. അവനെ പേടിച്ചിട്ടല്ല, അച്ഛനെ ഓർത്തിട്ടാ. ഞാനിവിടെ നിന്നാ അത് അച്ഛന് സൂര്യക്കേടാവും. സ്വന്തമൊന്നും ബന്ധമൊന്നൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് കരുതിയാ അച്ഛൻ വിളിച്ചപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അല്ല, സ്വത്തും പണവും മോചിട്ടല്ല. അവനുമായിട്ടൊന്നും തല്ലും വഴക്കും ഉണ്ടാക്കി നാട്ടുകാരുടെ പരിഹാസം സഹിച്ച് ഇവിടെ കിടന്നിട്ട് എന്തിനാ? തിരിച്ചു പോന്നെ ഭേദം. ഒന്നുമില്ലേ, മനസമാധാനം കിട്ടുമല്ലോ. ഒന്ന് ആലോചിച്ചാൽ അതാ നല്ലത്. പോയിക്കോ, പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ പോകുമ്പോ കൂടെ ഒരാളുണ്ടാവും. അറിയാം, എന്റെ കൂടെ താനും വരുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനോ? ഞാൻ എന്തിനാ നിന്റെ പുറകെ നടക്കുന്നത്? ഈ വീടും പൊരയിടും ഞാൻ നല്ലവണ്ണം നോക്കുമെന്ന് വിശ്വസിച്ചിട്ടാണ് രമേശൻ കോൺട്രാക്ട് വാടകയ്ക്ക് പോലും കൊടുക്കാതെ എന്നെ തന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് നിനക്കിപ്പോ ഒരു ഉപകാരമായില്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഇന്ദുവിന്റെ കാര്യം. ആലോചിക്കാഞ്ഞിട്ടല്ല, മറക്കുക മനഃപൂർവ്വം. നഷ്ടങ്ങളുടെ പട്ടികയില് അവളും കൂടെ ആയിക്കോട്ടെ. അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ദേ, ആ പെൺകൊച്ചിന്റെ ശാപം മേടിക്കരുത്. നിന്റെ അച്ഛനെയും സ്വത്തുക്കളെയും എല്ലാം നീ ഉപേക്ഷിച്ചോ, പക്ഷേ അവളെ നീ ഉപേക്ഷിക്കരുത്. എന്നും നിന്റെ നിഴല് പോലെ കൂടെ ഉണ്ടാകേണ്ടത് അവളാ.